Hello my dear friends, welcome to GK World PSC യൂട്യൂബ് ചാനൽ. പ്രിലിംസ് പരീക്ഷയുടെ ഒന്നാം ഘട്ടം കഴിഞ്ഞിരിക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ തവണത്തെ 10th പ്രിലിംസ് എക്സാംസ് അറ്റൻഡ് ചെയ്തവർക്കറിയാം. ഒന്നാം ഘട്ട എക്സാംസ് കഴിഞ്ഞതിൽ പിന്നെ ആ ക്വസ്റ്റ്യൻ പേപ്പറും അതുമായി അനുബന്ധ വിവരങ്ങളും പഠിച്ചു പോയതുകൊണ്ട് മാത്രം അടുത്ത ഘട്ടങ്ങളിൽ 30 മുതൽ 40 മാർക്ക് വരെ സ്കോർ ചെയ്യാൻ കഴിഞ്ഞ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നാം ഘട്ട ക്വസ്റ്റ്യൻ പേപ്പർ അത്രയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇക്കഴിഞ്ഞ ഒന്നാം ഘട്ട ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങളും അവയുമായി ബന്ധപ്പെട്ട എത്രത്തോളം കണക്റ്റിംഗ് ഫാക്ട്സ് ഉൾക്കൊള്ളിക്കാമോ അത്രത്തോളം ബന്ധപ്പെട്ട വിവരങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ക്ലാസ്സുകൾ നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഓരോ ചോദ്യങ്ങളുമായും ബന്ധപ്പെട്ട പരമാവധി വിവരങ്ങൾ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇനി വരുന്ന പ്രിലിംസ് പരീക്ഷകൾ, അതായത് ഇനി വരുന്ന സെക്കൻഡ് ഫേസ്, തേർഡ് ഫേസ് ഒക്കെ ഇനി വരുന്ന പരീക്ഷകൾ എഴുതാനുള്ളൊരു നിർബന്ധമായും ഈ ക്ലാസ്സുകൾ നന്നായിട്ട് തന്നെ റെഫർ ചെയ്തുകൊണ്ട് പോവുക. തീർച്ചയായിട്ടും പരീക്ഷയിൽ നിങ്ങൾക്ക് നല്ല ഒരു ശതമാനം മാർക്ക് ഈ ക്ലാസ്സുകൾ വഴി ലഭ്യമാകും. അപ്പോൾ നോക്കാം നമുക്ക് ആദ്യത്തെ ചോദ്യം. ഒളിമ്പിക്സിൽ അത്ലറ്റിക്സ് വിഭാഗത്തിൽ ആദ്യമായി സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം. ഒളിമ്പിക്സിൽ അത്ലറ്റിക്സ് വിഭാഗത്തിൽ ആദ്യമായി സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നീരജ് ചോപ്ര എന്നാണ്. നമുക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട പരമാവധി വിവരങ്ങൾ കൂടെ പഠിച്ചു വെച്ച് വേണം അടുത്ത പരീക്ഷയ്ക്ക് പോകുവാനായിട്ട്. അപ്പോൾ നോക്കുക, അത്ലറ്റിക്സ് വിഭാഗത്തിൽ ആദ്യമായി സ്വർണ്ണ മെഡൽ. അപ്പോൾ ആ ഒരു പോയിന്റ് നിങ്ങൾ നന്നായിട്ട് നോട്ട് ചെയ്ത് പഠിക്കണം. അത്ലറ്റിക്സ് വിഭാഗത്തിൽ ആദ്യമായി സ്വർണ്ണ മെഡൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒളിമ്പിക്സിൽ ആരാണ്? അത് നീരജ് ചോപ്ര തന്നെയാണ്. ഇനി നീരജ് ചോപ്രയുടെ കായിക ഇനം എന്താണ്? ജാവലിൻ ത്രോ ആണ് കേട്ടോ. ജാവലിൻ ത്രോ ആണ് നീരജ് ചോപ്രയുടെ കായിക ഇനം. മറക്കരുത്, ജാവലിൻ ത്രോ ആണ് നീരജ് ചോപ്രയുടെ കായിക ഇനം. ഇനി എത്ര ദൂരമാണ് ഇദ്ദേഹത്തിൻ്റെ ജാവലിൻ സ്കോർ ചെയ്തത്? എത്ര ദൂരമാണ്? ഏതാണ് ഈ സ്വർണ്ണ മെഡൽ നേടിയ അദ്ദേഹം ജാവലിൻ എറിഞ്ഞ ആ ദൂരം? അത് 87.58 മീറ്റേഴ്സ് ആണ്. 87.58 മീറ്റേഴ്സ്. വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണത്. അപ്പോൾ നോക്കി വെക്കുക, ജാവലിൻ ത്രോ 87.58 മീറ്റേഴ്സ്. ഇനി അങ്ങനെയാണെങ്കിൽ ഒളിമ്പിക്സിൽ രണ്ടാമത്തെ വ്യക്തിഗത സ്വർണ്ണ മെഡൽ ആരാണ് നേടിയത്? അപ്പോൾ അതിനുത്തരവും എന്ത് തന്നെയാണ്? നീരജ് ചോപ്ര എന്ന് തന്നെയാണ്. ഒളിമ്പിക്സിൽ രണ്ടാമത്തെ വ്യക്തിഗത സ്വർണ്ണ മെഡൽ എന്ന് ചോദ്യം ചോദിച്ചാലും നീരജ് ചോപ്ര എന്ന് തന്നെ ഉത്തരം വരും. അപ്പോൾ അത്തരത്തിലുള്ള സാധ്യതകളൊക്കെ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കണം. കാരണം കഴിഞ്ഞ തവണത്തെ 10th പ്രിലിംസ് എക്സാമിൽ ഇതുപോലെ തന്നെ ചോദ്യങ്ങൾ മാറ്റിയും മറിച്ചും റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ടെൻഡൻസി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അനുബന്ധ വിവരങ്ങൾ മാത്രമല്ല, ഒരേ ആൻസർ വരുന്ന തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ നമ്മൾ നോക്കിക്കൊണ്ട് പോകുക ഈ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് തന്നെ. ഓക്കെ, അപ്പോൾ നീരജ് ചോപ്ര എന്ന ചോദ്യത്തിൽ ആ ഉത്തരത്തിൽ നമുക്ക് ഒരു ചോദ്യം കൂടി ഉണ്ട്. ഒളിമ്പിക്സിലെ രണ്ടാമത്തെ വ്യക്തിഗത സ്വർണ്ണ മെഡൽ. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ വ്യക്തിഗത സ്വർണ്ണ മെഡൽ ആരായിരുന്നു? അഭിനവ് ബിന്ദ്ര. അപ്പോൾ അത് ഓപ്ഷൻസിലുണ്ട്. അപ്പോൾ ഓപ്ഷൻസ് കൂടെ നമ്മൾ റെഫർ ചെയ്യുകയാണ്. അഭിനവ് ബിന്ദ്ര ആദ്യത്തെ വ്യക്തിഗത സ്വർണ്ണ മെഡലാണ് ഒളിമ്പിക്സിൽ. 2008 അഭിനവ് ബിന്ദ്രയ്ക്ക് സ്വർണ്ണ മെഡൽ ഒളിമ്പിക്സിൽ ലഭിച്ചിരിക്കുന്നത്. 2008 അഭിനവ് ബിന്ദ്രയുടെ കായിക ഇനം ഷൂട്ടിംഗ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെയുള്ള ക്വസ്റ്റ്യൻ ആണ്, അടുത്ത ഓപ്ഷൻസ് നോക്കുമ്പോഴത്തേക്കും കർണം മല്ലേശ്വരി അല്ലേ? കർണം മല്ലേശ്വരി ഒളിമ്പിക് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ്. കർണം മല്ലേശ്വരി ഒളിമ്പിക് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് കർണം മല്ലേശ്വരി. അങ്ങനെയാണെങ്കിൽ 2 ഒളിമ്പിക് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? അത് PV സിന്ധു ആണ്. തുടർച്ചയായി 2 ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ഇന്ത്യൻ വനിത ആരാണ്? PV സിന്ധുവാണ്. തുടർച്ചയായി 2 ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത PV സിന്ധു. എന്നാൽ ആദ്യത്തെ വ്യക്തിഗത സ്വർണ്ണ മെഡൽ ചോദിച്ചാൽ അഭിനവ് ബിന്ദ്ര, രണ്ടാമത്തെ വ്യക്തിഗത സ്വർണ്ണ മെഡൽ ചോദിച്ചാൽ നീരജ് ചോപ്ര, ഒളിമ്പിക്കിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ചോദിച്ചാൽ കർണം മല്ലേശ്വരി. 2 തവണ തുടർച്ചയായി ഒളിമ്പിക് മെഡൽ നേടുന്ന ഇന്ത്യൻ വനിത അത് PV സിന്ധു. ഓക്കെ ആണല്ലോ. ഇനി മറ്റൊരു കാര്യം ഒളിമ്പിക്സിൽ ഇന്ത്യയെ സംബന്ധിച്ച് അറിഞ്ഞിരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, 41 വർഷങ്ങൾക്ക് ശേഷം ഹോക്കിയിൽ ഒളിമ്പിക് മെഡൽ നേടുന്നത് ഇന്ത്യൻ ടീം ഹോക്കിയിൽ ഒളിമ്പിക് മെഡൽ നേടുന്ന ഒരു ഒളിമ്പിക്സ് ആയിരുന്നു ഇക്കഴിഞ്ഞത്. അപ്പോൾ അതിൽ ക്യാപ്റ്റൻ മൻപ്രീത് സിംഗ് ആണ്. 41 വർഷങ്ങൾക്ക് ശേഷം ഹോക്കിയിൽ ഒളിമ്പിക് മെഡൽ നേടിയ ഒരു കാലമായിരുന്നു നമുക്ക് കഴിഞ്ഞ ഒളിമ്പിക്സ് എന്ന് പറയുന്നത്. മൻപ്രീത് സിംഗ് ആണ് ക്യാപ്റ്റൻ. ഓർത്ത് വയ്ക്കുക, മൻപ്രീത് സിംഗ്. ആരായിരുന്നു ഗോൾ കീപ്പർ? മലയാളിയായ ഹോക്കി താരം PR ശ്രീജേഷ്. മലയാളിയായ ഹോക്കി താരം
PR ശ്രീജേഷ് ആയിരുന്നു ഗോൾ കീപ്പർ. ഓക്കെ ആണല്ലോ. അപ്പോൾ മലയാളി ഹോക്കി താരം PR ശ്രീജേഷ് ആയിരുന്നു ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ഗോൾ കീപ്പർ. മൻപ്രീത് സിംഗ് ആയിരുന്നു ക്യാപ്റ്റൻ. ഓക്കെ, ടോക്കിയോ ഒളിമ്പിക്സിൽ മെഡൽ നില അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒളിമ്പിക്സിനെ സംബന്ധിച്ച് ആ പോയിന്റ് കൂടെ നോക്കിക്കൊണ്ട് വേണം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകുവാനായിട്ട്. ടോക്കിയോ ഒളിമ്പിക്സിലെ മെഡൽ നില എന്ന് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫസ്റ്റ് അല്ലേ, ഒന്നാം സ്ഥാനം ആർക്കാണ്? ഒന്നാം സ്ഥാനമായിരുന്നത് USA-ക്കാണ് അല്ലേ. ഒന്നാം സ്ഥാനം USA. ദെൻ സെക്കൻഡ് ആരാണ്? ചൈനയാണ്. തേർഡ് ആരാണ്? ജപ്പാനാണ്. അപ്പോൾ USA, ചൈന, ജപ്പാൻ. USA, ചൈന, ജപ്പാൻ. അപ്പോൾ ആ ഒരു ഓർഡർ ഒന്ന് പഠിച്ചു വെക്കണം. ഇനി അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അടുത്തത്. ഇന്ത്യയെ സംബന്ധിച്ച പോയിൻറ്റ്സ് ആണ്. ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയായിരുന്നു? 48. ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയായിരുന്നു? 48. എത്ര മെഡലുകളാണ് ഇന്ത്യക്ക് ലഭിച്ചത്? 7 മെഡലുകളാണ്. 1 ഗോൾഡ്, 2 സിൽവർ, 4 ബ്രോൺസ്. 1 ഗോൾഡ്, 2 സിൽവർ, 4 ബ്രോൺസ് എന്നിങ്ങനെ 7 മെഡലുകളാണ് ഇന്ത്യക്ക് ലഭിച്ചത്. അപ്പോൾ ഓക്കെ ആണല്ലോ. പരമാവധി ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് അവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത് എന്ന്? ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത് എന്ന്? ആ വർഷം 2019 ഉത്തരം 2019. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കാവുന്ന ഏറ്റവും സാധ്യത കൂടുതലുള്ള മറ്റു ചോദ്യങ്ങൾ നോക്കാം. രാജ്യസഭയിൽ ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബില്ല് അവതരിപ്പിച്ചത്? രാജ്യസഭയിൽ ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബില്ല് അവതരിപ്പിച്ചത് എന്നാണ്? ഓഗസ്റ്റ് 5, 2019. അപ്പോൾ ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത് 2019 എന്ന് പറയുന്ന വർഷത്തിലാണ്. രാജ്യസഭയിൽ അവതരിപ്പിക്കപ്പെട്ടത് ഓഗസ്റ്റ് 5, 2019. ദെൻ ലോക്സഭയിൽ അവതരിപ്പിക്കപ്പെട്ടത് ഓഗസ്റ്റ് 6, 2019. ദെൻ പ്രസിഡന്റിൻ്റെ ഒപ്പ് കിട്ടുന്നത്, പ്രസിഡന്റിൻ്റെ അസെന്റ് ലഭിക്കുന്നത് ഓഗസ്റ്റ് 9, 2019. അപ്പോൾ നോക്കുക, ഓഗസ്റ്റ് 5, ഓഗസ്റ്റ് 6, ഓഗസ്റ്റ് 9. ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബില്ലിനെ സംബന്ധിച്ച് ഈ ഡേറ്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വർഷം ഓർത്തിരിക്കാൻ ഒന്നേ ഉള്ളൂ, 2019. അപ്പോൾ ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമത്തെ സംബന്ധിച്ച വർഷം 2019. ഡേറ്റുകൾ: രാജ്യസഭയിൽ അവതരിപ്പിക്കപ്പെടുന്നത് ഓഗസ്റ്റ് 5, ദെൻ ലോക്സഭയിൽ ഓഗസ്റ്റ് 6, പ്രസിഡന്റിൻ്റെ അസെന്റ് ലഭിക്കുന്നത് ഓഗസ്റ്റ് 9. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, രാജ്യസഭയിൽ ഇത് അവതരിപ്പിച്ച വ്യക്തി ആരാണ്? അമിത് ഷായാണ് കേട്ടോ. രാജ്യസഭയിൽ ഇത് അവതരിപ്പിച്ച വ്യക്തിയാണ് അമിത് ഷാ. ഓക്കെ ആണല്ലോ. ഇനി നോക്കാം, ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം നിലവിൽ വന്നതോടുകൂടി റദ്ദ് ചെയ്യപ്പെട്ട വകുപ്പുകൾ ഏതൊക്കെയാണ്? ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം നിലവിൽ വന്നതോടുകൂടി റദ്ദു ചെയ്യപ്പെട്ട വകുപ്പുകൾ ഏതൊക്കെയാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കണം. 370, 35A. ആർട്ടിക്കിൾ 370 35A ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം നിലവിൽ വന്നതോടുകൂടി റദ്ദ് ചെയ്യപ്പെടുന്ന വകുപ്പുകൾ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതോടുകൂടി ജമ്മു കാശ്മീർ എന്നും ലഡാക്ക് എന്നും പേരുള്ള 2 യൂണിയൻ ടെറിട്ടറികൾ നിലവിൽ വരികയുണ്ടായി. ആ ഡേറ്റ് നന്നായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. 2019 ഒക്ടോബർ 31 ജമ്മു കാശ്മീർ ലഡാക്ക് യൂണിയൻ ടെറിട്ടറീസ് നിലവിൽ വന്നത് 2019 ഒക്ടോബർ 31. ജമ്മു കാശ്മീർ ലഡാക്ക് യൂണിയൻ ടെറിട്ടറീസ് വന്നത് 2019 ഒക്ടോബർ 31. അതോടുകൂടി എത്ര യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട് ഇപ്പോൾ ഇന്ത്യയിൽ? 8 യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട്, 8 കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഉണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കാര്യം കൂടെ നോക്കണം. ജമ്മുവിലെ ക്രമസമാധാനം നിലനിർത്താൻ കരസേന ഒരു ഓപ്പറേഷൻ നടത്തുകയുണ്ടായി. അതായത് ഈ പറഞ്ഞ ആർട്ടിക്കിൾ 370 ആർട്ടിക്കിൾ 35A റദ്ദ് ചെയ്യപ്പെടുകയും പുനഃസംഘടനാ ബില്ല് നിലവിൽ വരികയും ജമ്മു കാശ്മീരും ലഡാക്കും യൂണിയൻ ടെറിട്ടറീസ് ആയിട്ട് 2019 ഒക്ടോബർ 31 നിലവിൽ വരികയും ഒക്കെ ചെയ്യുന്ന ആ സാഹചര്യത്തിൽ ജമ്മുവിലെ ക്രമസമാധാനം നിലനിർത്താൻ കരസേന നടത്തിയ ഓപ്പറേഷനാണ് മിഷൻ റീച്ച് ഔട്ട്. അപ്പോൾ അതുകൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. കരസേന ഓപ്പറേഷൻ ഏതായിരുന്നു? മിഷൻ റീച്ച് ഔട്ട്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം. അടുത്ത ചോദ്യം, 2021 എഴുത്തച്ഛൻ പുരസ്കാരം 2021 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ്? ഉത്തരമറിയാം. പി വത്സലയാണ് 2021 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ്. 2020 എഴുത്തച്ഛൻ പുരസ്കാരം ആരാണ്?
2020 സക്കറിയാണ് കേട്ടോ. 2020 എഴുത്തച്ഛൻ പുരസ്കാരം സക്കറിയാണ്. 2020 എഴുത്തച്ഛൻ പുരസ്കാരം സക്കറിയ. ഓക്കെ ആണല്ലോ. 2021 പി വത്സല, 2020 സക്കറിയ. ഇനി അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അവാർഡാണ് ഓടക്കുഴൽ അവാർഡ്. ഓടക്കുഴൽ അവാർഡ് 2021 സാറ ജോസഫിനാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. 2021 സാറ ജോസഫ് ബുധിനി എന്ന കൃതിക്കാണ് കിട്ടിയിരിക്കുന്നത്. 2021 സാറ ജോസഫ് ബുധിനി എന്ന കൃതി. 2020 ഓടക്കുഴൽ അവാർഡ് നൽകിയിട്ടില്ല. 2020 ഓടക്കുഴൽ അവാർഡ് നൽകിയിട്ടില്ല. ഓക്കെ ആണല്ലോ. അപ്പോൾ നോക്കുക, 2021 എഴുത്തച്ഛൻ പി വത്സല, 2020 എഴുത്തച്ഛൻ പുരസ്കാരം സക്കറിയ, 2021 ഓടക്കുഴൽ പുരസ്കാരം സാറ ജോസഫ് ബുധിനി എന്ന കൃതി. 2020 ഓടക്കുഴൽ പുരസ്കാരം നൽകിയിട്ടില്ല. അതുപോലെ തന്നെ 2021 വയലാർ അവാർഡ് ബെന്യാമിൻ, മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. 2021 വയലാർ അവാർഡ് ബെന്യാമിൻ, മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. 2020 വയലാർ അവാർഡ് ഏഴാച്ചേരി രാമചന്ദ്രൻ, ഒരു വിർജീനിയൻ വെയിൽക്കാലം. 2020 വയലാർ അവാർഡ് ഏഴാച്ചേരി രാമചന്ദ്രൻ, ഒരു വിർജീനിയൻ വെയിൽക്കാലം. അപ്പോൾ ഒന്ന് എഴുതിയെടുത്ത് ആ ഓർഡറിൽ 2020, 2021 എന്നിങ്ങനെയുള്ള ഓർഡറിൽ എഴുതിയെടുത്ത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിൽ 2021 നിലവിൽ വന്ന നിയമസഭ സംസ്ഥാനത്തെ എത്രാമത്തെ നിയമസഭയാണ്? കേരളത്തിൽ 2021 നിലവിൽ വന്ന നിയമസഭ സംസ്ഥാനത്ത് എത്രാമത്തെ നിയമസഭയാണ്? എത്രാമത്തെ നിയമസഭയാണ് 2021 നിലവിൽ വന്നത്? 15ാമത്തെ നിയമസഭയാണ്. 2021 നിലവിൽ വന്നത് 15ാമത്തെ നിയമസഭയാണ്. പക്ഷേ തിരഞ്ഞെടുപ്പ് എത്രാമത്തെ ആയിരുന്നു? 16ാമത്തെ തിരഞ്ഞെടുപ്പായിരുന്നു. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തിരഞ്ഞെടുപ്പ് എത്രാമത്തെ ആയിരുന്നു? 16ാമത്തെ തിരഞ്ഞെടുപ്പും നിയമസഭ എത്രയായിരുന്നു? 15ാമത്തെ നിയമസഭയും ആയിരുന്നു. ഇനി 2021 ഇലക്ഷൻ നടന്ന ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2021 ഏപ്രിൽ 6. 2021 ഏപ്രിൽ 6-നാണ് ഇലക്ഷൻ നടന്നിരിക്കുന്നത്. അപ്പോൾ നോക്കുക, 2021 ഏപ്രിൽ 6-നാണ് നിയമസഭാ ഇലക്ഷൻ നടന്നിരിക്കുന്നത്. അതുപോലെ ആകെ എത്ര മന്ത്രിമാരാണ് 15ാം നിയമസഭയിൽ ഉള്ളത്? ആകെ എത്ര മന്ത്രിമാരാണ് 15ാം നിയമസഭയിൽ ഉള്ളത്? 21 മന്ത്രിമാർ. ആകെ 21 മന്ത്രിമാരാണ് 15ാം നിയമസഭയിൽ ഉള്ളത്. അതിൽ എത്ര വനിതാ മന്ത്രിമാരുണ്ട്? 3 വനിതാ മന്ത്രിമാരുണ്ട്. അപ്പോൾ ആകെ 21 മന്ത്രിമാരാണ്. എത്ര വനിതാ മന്ത്രിമാരാണ്? 3 വനിതാ മന്ത്രിമാരുണ്ട്. ആരാണ് പ്രതിപക്ഷ നേതാവ്? വി.ഡി. സതീശൻ. പ്രതിപക്ഷ നേതാവ് ആരാണ്? വി.ഡി. സതീശൻ. സ്പീക്കർ ആരാണ്? 15ാം നിയമസഭ സ്പീക്കർ ആരാണ്? എം.ബി. രാജേഷ്. എം.ബി. രാജേഷ്. മറ്റൊരു ചോദ്യം കൂടി ഉണ്ട്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുന്ന എത്രാമത്തെ വ്യക്തിയാണ്? 12ാമത്തെ വ്യക്തിയാണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുന്ന എത്രാമത്തെ വ്യക്തിയാണ്? 12ാമത്തെ വ്യക്തിയാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ചത് കെ ശൈലജ. ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ചത് ആർക്കാണ്? കെ ശൈലജ. ഇനി ഏറ്റവും കൂടുതൽ പ്രായം ഉള്ള വിജയി ആരാണ്? അത് പി.ജെ. ജോസഫ് ആണ്. ഏറ്റവും പ്രായം കൂടിയ മെമ്പറാണ് ആര്? പി.ജെ. ജോസഫ്. അതുപോലെ ഏറ്റവും പ്രായം കുറഞ്ഞ നിയമസഭാംഗമാണ് ആര്? സച്ചിൻ ദേവ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് റിപ്പീറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക, നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. ഒരുപാട് റിപ്പീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വീഡിയോ ഒത്തിരി ലെങ്തി ആവും. അപ്പോൾ അതുകൊണ്ട് ഒന്നുകൂടെ കേട്ട് നന്നായിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് തന്നെ പോയിൻ്റ് ഔട്ട് ചെയ്ത് പഠിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ്. അപ്പോൾ അടുത്ത ചോദ്യം പോകാം. അതിനു മുൻപായിട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലേണിംഗ് പ്ലാറ്റ്ഫോമായ അൻ അക്കാഡമിയിൽ ധാരാളം ബാച്ച് കോഴ്സുകൾ പുതുതായിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രഗത്ഭരായ PSC അധ്യാപന രംഗത്ത് ഏറ്റവും കഴിവുറ്റ അധ്യാപകർ നയിക്കുന്ന 90 ഡേയുള്ള കംപ്ലീറ്റ് ബാച്ച് കോഴ്സ്, അതുപോലെ തന്നെ ജേതാവ് എന്ന പേരിൽ 150 ദിവസത്തെ മറ്റൊരു ബാച്ച് കോഴ്സ്, ഇതൊക്കെ 10th ലെവൽ മെയിൻ എക്സാമിന് വേണ്ടിയും എല്ലാ PSC എക്സാംസിന് വേണ്ടിയുമൊക്കെ പുതുതായിട്ട് തുടങ്ങിയിരിക്കുന്ന വളരെ നല്ല ബാച്ച് കോഴ്സുകളാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്രദമാകുന്ന കോഴ്സുകളാണ്. മാത്രമല്ല ഇപ്പോൾ
20% വരെ ഡിസ്കൗണ്ട് നേടാനുള്ള ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. ഷാഫി സാറിൻ്റെ കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 10% വരെയും, അതുപോലെ നിങ്ങളുടെ ക്രെഡിറ്റ്സ് കൂടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഒരു 10% കൂടിയും, അങ്ങനെ മൊത്തമായിട്ട് 20% വരെ ഡിസ്കൗണ്ട് നേടാനുള്ള ഓപ്ഷൻ നിങ്ങൾക്കിതിൽ ലഭ്യമാണ്. അപ്പോൾ ഡിസ്കൗണ്ടോടുകൂടി പഠിക്കുവാനായിട്ട് എത്രയും വേഗം സബ്സ്ക്രിപ്ഷൻ നേടുവാനായിട്ട് നോക്കാം. അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. 2022 ഫെബ്രുവരിയിൽ ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹം ഏതാണ്? EOS 04 എർത്ത് ഓർബിറ്റിംഗ് സാറ്റലൈറ്റ് എന്നാണ് ഇതിൻ്റെ മുഴുവൻ പേര്. EOS 04 ആണ് 2022 ഫെബ്രുവരിയിൽ ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹം. ഇതിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. 2022 ഇന്ത്യയുടെ ആദ്യ ദൗത്യമാണ് ഇന്ത്യയുടെ ISROയുടെ ആദ്യ ദൗത്യമാണ് EOS 04 എന്നത്. ഇത് PSLV C-52 എന്ന വാഹനത്തിലാണ് വിക്ഷേപിച്ചിരിക്കുന്നത്. PSLV C-52 എന്ന വാഹനത്തിലാണ് വിക്ഷേപിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. പിന്നെ ഇവിടെ GSAT 11 അല്ലേ, GSAT 11 കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ GSAT 11 എന്താണ് GSAT 11ൻ്റെ പ്രത്യേകത? ഭീമൻ പക്ഷി എന്നറിയപ്പെടുന്ന സാറ്റലൈറ്റ് ആണ്, അല്ലെങ്കിൽ വലിയ പക്ഷി എന്നറിയപ്പെടുന്ന സാറ്റലൈറ്റ് ആണ് GSAT 11. GSAT 11 ഇന്ത്യ നിർമ്മിച്ച ഏറ്റവും ഭാരം കൂടിയ സാറ്റലൈറ്റ് ആണ്. പക്ഷേ ഇന്ത്യയിൽ നിന്നല്ല വിക്ഷേപിച്ചിരിക്കുന്നത് ഫ്രഞ്ച് ഗയാനയിൽ നിന്നാണ്. 2018 GSAT 11 വിക്ഷേപിച്ചിരിക്കുന്നത്. 2018 ഡിസംബർ 5 വിക്ഷേപിച്ചിരിക്കുന്നത്. ഏകദേശം 5854 കിലോഗ്രാംസ് ഭാരമുള്ള ഭീമൻ പക്ഷി എന്നറിയപ്പെടുന്ന ഇന്ത്യ നിർമ്മിച്ച ഏറ്റവും ഭാരം കൂടിയ, ഇന്ത്യ നിർമ്മിച്ച എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം വിക്ഷേപണം ഇന്ത്യയിൽ നിന്നല്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യ വിക്ഷേപിച്ച ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹമല്ല ഇത്. അതുപോലെ തന്നെ CMS 01 2020 ഡിസംബർ 17 ഏകദേശം 2020 ഇന്ത്യയുടെ ISROയുടെ ലാസ്റ്റ് ദൗത്യം എന്ന് പറയാം. 2020 ഡിസംബർ 17 CMS 01 വിക്ഷേപിക്കുകയുണ്ടായി. അത് PSLV C-50 വാഹനത്തിലാണ് വിക്ഷേപിച്ചത്. അതുപോലെ എമിസാറ്റ് എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻ്റലിജൻറ്റ് സർവേയൻസ് സാറ്റലൈറ്റ് എന്നാണ് എമിസാറ്റിൻ്റെ പൂർണ്ണ രൂപം. എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻ്റലിജൻറ്റ് സർവേയൻസ് സാറ്റലൈറ്റ്. ഇത് ഇന്ത്യയുടെ ആദ്യ ഇത്തരത്തിലുള്ള ഉപഗ്രഹമാണ്. അതായത് ഇത്തരത്തിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻ്റലിജൻറ്റ് സർവേയൻസ് സാറ്റലൈറ്റ് എന്ന വിഭാഗത്തിൽ ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹമാണ് ഇത് എമിസാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ഇതിൻ്റെ ബാക്കി ചോദ്യങ്ങൾ നമുക്ക് അടുത്ത പാർട്ടിൽ ഉൾപ്പെടുത്താം. സോ സ്റ്റേ ട്യൂൺഡ്. GK World PSC. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. താങ്ക്